കോന്നി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ വിചിത്ര വിശദീകരണവുമായി ആശുപത്രി സൂപ്രണ്ട്. ഒടിഞ്ഞ തന്റെ കൈയും വളഞ്ഞാണ് ഇരിക്കുന്നത്. കോന്നിയിലേത് ചെറിയ മെഡിക്കൽ കോളേജ് എന്നും ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണെന്നും ഡോക്ടർ എ ഷാജി പറഞ്ഞു. കുട്ടികളുടെ വളർച്ച പോലെയാണ് മെഡിക്കൽ കോളേജും എന്ന പ്രതികരണവും വന്നു. കേൾക്കാം ആ പ്രതികരണം. ഇപ്പൊ നമ്മളൊരു കോൺക്രീറ്റ് ചെയ്യുന്നു, അതിന്റെ ക്യൂറിംഗ് പീരീഡ് ഉണ്ട്, മനസ്സിലായില്ല? അല്ലാതെ നമ്മള് അപ്പൊ അത് തന്നെ പറയും ഹീലിംഗ് എന്ന് പറയുന്നത് നാച്ചുറൽ. അത് ഇത് വരണം, അത്ര ബോൺ തീർത്ത് വരണം അവിടെ സംഭവം, മനസ്സിലായില്ലേ? ഇവിടെ ഓർത്തോയിൽ എത്ര ഡോക്ടർമാരുണ്ട്. ജീവിക്കുന്ന തെളിവാണ് എന്റെ. ഇത് കണ്ട എന്റെ ബോൺ അടിച്ചത്, ഇത് നോക്കിയേ, ഇത് വളഞ്ഞിരിക്കുന്ന നോക്കിയേ. അത് നാച്ചുറൽ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇത് ഞാനൊക്കെ ഇതെന്താ പറയുക, 1971 ഇതാ അന്നത്തെ ട്രീറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഇരിക്കും, നോക്കിയേ. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, ഒരു രോഗിയുടെ കൈ ഒടിഞ്ഞത് ചികിത്സിക്കാനെത്തി, അതിൽ വീഴ്ച സംഭവിച്ച ആ കൈ വളഞ്ഞു പോയ ഒരു സാഹചര്യം, അത്തരത്തിലൊരു പരാതി വരുമ്പോൾ എത്രത്തോളം നിസ്സാരമായിട്ടാണ് ആ ഡോക്ടർ, ആശുപത്രി സൂപ്രണ്ട് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കൂ. ആര്യ, കോന്നി മെഡിക്കൽ കോളേജിൽ 14 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് കയ്യിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. കയ്യിൽ 2 ഒടിവ് സംഭവിക്കുകയും ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നു. പിന്നീട് ആ കൈക്ക് വളവ് സംഭവിച്ചതായി മാതാപിതാക്കൾ പരാതി പറഞ്ഞിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാം ഇന്നലെ വാർത്ത നൽകിയിരുന്നു. അതിനെ തുടർന്ന് ചികിത്സാ പിഴവും മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള സതീഷ് കൊച്ചുവർമ്മന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ഈ പ്രതിഷേധക്കാർ മെഡിക്കൽ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് കടന്നു കയറുകയും അദ്ദേഹത്തെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് കോൺഗ്രസ് പ്രവർത്തകരോടാണ് ആശുപത്രി സൂപ്രണ്ട് ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് കോന്നി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ശൈശവ ദശയിൽ മാത്രമാണ്. ഓർത്തോ വിഭാഗത്തിൽ എത്ര ഡോക്ടർമാരുണ്ടെന്ന് സമരക്കാർ തന്നെ അന്വേഷിച്ച് നോക്കൂ തുടങ്ങിയ മെഡിക്കൽ കോളേജിന്റെ പരിമിതികളാണ് ആശുപത്രി സൂപ്രണ്ട് മറുപടിയായി നൽകിയത്. അതേസമയം തന്നെ മറ്റ് മെഡിക്കൽ കോളേജിലൂടെ കാര്യങ്ങൾ കൂടി അദ്ദേഹം ഉദാഹരണമാക്കിയെടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് 70 വർഷത്തിലധികമായി കോട്ടയം, ആലപ്പുഴ മെഡിക്കൽ കോളേജിലൂടെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കൂ എന്നിങ്ങനെയായിരുന്നു ഈ സൂപ്രണ്ടിന്റെ ന്യായം എന്നുള്ളത്. അത് മാത്രവുമല്ല, ഈ കൈക്ക് വളവ് സംഭവിച്ചത് സംബന്ധിച്ച് ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാദം കൂടി അദ്ദേഹം ഉയർത്തി. അതായത് തന്റെ കൈയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ ഇത്തരത്തിൽ പരിക്ക് പറ്റുകയും പിന്നീട് ചികിത്സ തേടുകയും ചെയ്തിരുന്നു. തന്റെ കൈയും വളഞ്ഞാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം അവിടെ കൂടിയിരുന്ന സമരക്കാരോട് കൈ ഉയർത്തിക്കാട്ടി തന്നെ പറയുകയും ചെയ്തു. അതായത് അവിടെ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കോന്നി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇത്തരത്തിൽ വാദഗതികൾ ഉയർത്തുകയാണ്. അതിന് സ്വന്തം കൈ തന്നെയാണ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോന്നി ഡിവൈഎസ്പിക്ക് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ ഒരു പരാതി അന്വേഷിക്കുന്നുണ്ട്. ആ കുട്ടി ഇപ്പോൾ കോന്നിയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു ശസ്ത്രക്രിയയ്ക്കും ആ കുട്ടി വിധേയമായിരുന്നു. ഈ 2 ശസ്ത്രക്രിയകൾ നടത്തിയ ശേഷം ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞപ്പോൾ കയ്യിൽ വളവ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് കോൺഗ്രസിന്റെ സമരവും ഒപ്പം തന്നെ ആശുപത്രി സൂപ്രണ്ടിന്റെ വിചിത്രമായിട്ടുള്ള ഈ വിഷയത്തിലെ ഒരു മറുപടിയും വന്നിരിക്കുന്നത്. ആര്യ, അതെ, ചികിത്സാ പിഴവ് വരുത്തിയിട്ട് എന്തൊക്കെ വിവാദങ്ങളാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്ന് കേൾക്കുമ്പം അതിശയം തോന്നിപ്പോവുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.